അങ്ങനെ ക്യാപ്റ്റൻ മില്ലർ OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. സോ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ ഭയങ്കര ബിസിയും കാര്യങ്ങളെല്ലാം അതിനെക്കൊണ്ട് തന്നെ ഞാൻ എന്തായാലും തിയേറ്റർ കാണണമെന്ന് വിചാരിച്ചൊരു സാധനം തന്നെയായിരുന്നു. ബട്ട് മിസ്സാക്കി. ഞാൻ ഇപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ സിനിമ ഫുള്ളായിട്ട് OTT കണ്ടതിനപ്പോൾ എനിക്കിപ്പം ഭയങ്കര സങ്കടമുള്ള കാര്യം അത് തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്ത സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടതിനപ്പോൾ തോന്നിപ്പോയി. അമ്മാതിരി പടവിടെ അത്രയ്ക്ക് കിട്ടിയില്ല സാധനം. സോ ഗുഡ് എന്നെല്ലാം പറയില്ല, സോ ഗുഡ്. ഭയങ്കര ഇഷ്ടമായി. ഈ ട്രെയിലർ തോട്ട്സിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിലർ അത്രയ്ക്കും കിടിലൻ ട്രെയിലർ തന്നെയും. ആ ട്രെയിലർ പോലെ തന്നെ ഈ പടം എടുത്ത് വെച്ചിട്ടിരിക്കുന്നത് അത്രയ്ക്ക് ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതിൻ്റെ പ്രൈമറായിട്ട് പറയാനുള്ള ഈ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ചെയ്ത പോലെ മേക്കിംഗ് കാര്യങ്ങളല്ല, അത് ഹോളിവുഡ് ലെവൽ സാധനങ്ങളെല്ലാം ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ അതിൻ്റെ ടോപ്പ് നോച്ചിലേക്ക് വന്നിട്ടുണ്ട് മേക്കിംഗ്. അതിന് എനിക്ക് ഈ സിനിമയെ പറ്റി ആദ്യം പറയാനുള്ള ഒരു പക്ക വാർപ്പാടാണ് ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ പടം. അതായത് നമ്മൾ മുന്നേ കണ്ടും കേട്ടും നടന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത്. അതായത് നമ്മളെ ബ്രിട്ടീഷുകാരും പിന്നെ അവരുടെ ട്രൈബ്സും കാര്യങ്ങളും അവരെ കൾച്ചേഴ്സും കാര്യങ്ങളും അവരെന്തായാലും ഒന്നാത്ത കാര്യങ്ങൾ അങ്ങനത്തെ മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇതിനകത്തും ചർച്ച ചെയ്യുന്നത്. പക്ഷെ അത് നല്ലൊരു കുറച്ച് പുതുമ നൽകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും ഇതിനകത്ത് കുറച്ച് പുതിയ ആഡ് ചെയ്ത കുറച്ച് സാധനങ്ങളായാലും എല്ലാം കൊണ്ടൊരു ഫ്രഷ്നെസ് നൽകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ബ്രിട്ടീഷുകാരും ഇന്നെല്ലാം പറയുമ്പോൾ ഒരു ടെമ്പിളിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ ലേയേഴ്സ് എല്ലാം ഉള്ളതിനെ കൊണ്ട് സിനിമ പുതിയൊരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തന്നെ ഒരു സാധനമായിട്ട് നമുക്ക് തോന്നും. ഒരിക്കലും നമ്മൾ ഈ മുമ്പ് കണ്ട സിനിമയായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ സിനിമ. എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ധനുഷിനെ പറ്റി. ധനുഷിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാന്ന് പറയാം. മൂപ്പര ഈ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ക്യാപ്റ്റൻ മില്ലർ എന്ന ക്യാരക്ടറായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് തൊട്ട് അവസാനം ആ ക്യാരക്ടറിൻ്റെ ലെഗസി ആ സ്റ്റോറീനെ പറ്റി നല്ല ഒത്തുചേർന്ന ഒരു ക്യാരക്ടർ പോയിട്ടുണ്ട്. ഈവൻ ആ ഇമോഷണൽ സീൻസൊക്കെ നമുക്ക് അത്രയും കണക്റ്റാണ്. ഈ പടം അത്രയ്ക്ക് ഭയങ്കര സ്ലോ പേസും അല്ല, ഭയങ്കര ഫാസ്റ്റ് പേസും അല്ല. അതായത് ഒരു മീഡിയം പേസിൽ ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷൻസ് എല്ലാം അത്യാവശ്യം നല്ലോണം കണക്റ്റ് ആകുന്നുണ്ട്. എസ്പെഷ്യലി ധനുഷിൻ്റെ ഒരു കണ്ണറിയ സീൻസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തട്ടുമുള്ളി അങ്ങനത്തെ സീൻസാണ് ധനുഷ് പൊളിച്ചിട്ടുണ്ട് ഈ പടത്തെ ഓവറോളും. സോ ഒരു ക്യാപ്റ്റൻ മില്ലറിൻ്റെ ക്യാരക്ടറിനെ പോയിന്റ് ആക്കി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സോ ഒരു ക്യാരക്ടറിനെ പോയിന്റ് ആക്കിയിട്ട് ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ട് പോകുന്നത്. സോ മൊത്തത്തിൽ വാറാണ് പടം ചർച്ച ചെയ്യുന്നത്. അതായത് ഭയങ്കര റിയലിസ്റ്റിക്കലി എടുത്ത സാധനമാണെന്ന് പറയാം. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറ്റിയാണ്. അതായത് ഇത് ഫുൾ ഒരു ക്ലാസ് സാധനമാണ്, ഒരിക്കലും മാസല്ല തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ട്രെയിലറെല്ലാം കണ്ടപ്പോൾ വിചാരിക്കും ഇതിനകത്ത് മാസ് എലമെൻറ്റ്സ്, BGM, സ്ലോ മോഷൻ, അതായത് ബാസ് ഡയലോഗെല്ലാം പറഞ്ഞ് കുത്തിക്കയറ്റിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനത്തെ അല്ല, മൊത്തം ക്ലാസ് ആയിട്ട് എടുത്ത് വെച്ച സാധനം. അത് അത്രയ്ക്ക് റിയലിസ്റ്റിക്കലി അത്ര ഗംഭീര മേക്കിംഗ് എടുത്ത സാധനം. ആൻഡ് അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ട് വേണമെങ്കിൽ പറയുന്നത് വരും. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്ലോ മോഷൻ കാര്യങ്ങൾ തീരെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതായത് ആ സെക്കൻഡ് ഹാഫിലോട്ടേക്കെല്ലാം വരുമ്പോൾ അത്യാവശ്യം നല്ല സ്ലോ മോഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് അത് നല്ല ക്ലാസ് രീതിക്കാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് മാസാക്കാൻ പറ്റിയ കുറേ സീൻസൊക്കെ ഇവർ നല്ല ക്ലാസ്സിൽ ഒതുക്കിയിട്ട് ആ ഒരു മൂഡ് തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിക്ക് ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട് വേണം പറയാം. പിന്നെ കാര്യമായിട്ട് പറയാനുള്ള ഇതിൻ്റെ മേക്കിങ്ങിനെയാണ്. മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. മേക്കിംഗ് ആണ് എനിക്ക് ടോപ്പ് നോച്ചിൻ്റെ അത് തോന്നിയിട്ടുള്ളത്. സോ ഈ സിനിമേൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും നോക്കിയാൽ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന വില്ലേജസ്, പിന്നെ അവിടെ നടക്കുന്ന ബ്രിട്ടീഷുകാർ, സോ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ചർച്ച ചെയ്ത് പോകുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന അവർ തമ്മിലൊരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഞാൻ ഇവിടെ ചർച്ച ചെയ്ത് പോകുന്നത്. സോ അതെല്ലാം ഭയങ്കര കിടിലം വാർ സീക്വൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കാണിച്ച സാധനം തന്നെ അതിൻ്റെ അകത്ത് കിട്ടുമ്പോൾ ഭയങ്കര ഇരിക്കാൻ ഗംഭീരം തന്നെയായിരുന്നു. എസ്പെഷ്യലി തിയേറ്റർ മിസ്സാക്കിയാനുള്ള സങ്കടം മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെ കാറ്റഗറീസിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കാറ്റഗറീസും കാര്യങ്ങളിലുണ്ട്. സോ ശിവരാജ് കുമാറിൻ്റെ പിന്നെ സന്ദീപ് കിഷ എന്ന് പറഞ്ഞ ചങ്ങായിട്ട് അവർ ട്രയോ ഉണ്ടല്ലോ, അതൊരു ഭീകര സാധനം തന്നെയാണ് കേട്ടോ. അത് അവസാന ക്ലൈമാക്സ് പോർഷനിൽ സംഭവം പഠിച്ചിട്ടുണ്ട് ഇവർ. അത് ഗംഭീര സാധനമായിരുന്നു. അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സാധനമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ശിവരാജ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ ശിവരാജ് കുമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നത്. അതായത് മൂപ്പര ഒരു സ്ക്രീൻ ടൈമും കാര്യങ്ങളും കുറവാണ്. പക്ഷെ മൂപ്പര് വന്നു ആ ടൈമിൽ കിടിലായിരുന്നു. മൂപ്പര് ആ ഒരു എൻട്രിയും സ്വാഗം എല്ലാം കിടിലം പോലെ കാണുന്നുണ്ട്. മൂപ്പര് ഇമോഷണൽ സീൻസ് ആകട്ടെ എല്ലാം നല്ല രീതിക്ക് വർക്കൗട്ട് ഉണ്ട്. ശിവരാജ് കുമാർ ശിവാണ എന്ന് പറയുന്ന ആൾ ഗംഭീരമായിട്ട് ഇതിനകത്ത് ആ ഒരു റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് കിഷ എന്ന ചങ്ങായി ഉണ്ട്. സോ അവനെ ട്രയോ ഉണ്ടല്ലോ, 3 ആൾക്കാരും ധനുഷും കൂടി കൂട്ടിയിട്ടുള്ളത്, അത് ഗംഭീര സാധനം. അത് ഞാൻ പറയില്ല, സിനിമ കണ്ടൊക്കെ മനസ്സിലാവും. അവർ ക്ലൈമാക്സ് ഒരു സംഭവം ഉണ്ട്, അതൊരു ഭീകര സാധനം തന്നെയാണ് കേട്ടോ. സോ അങ്ങനത്തെ ഒരു വാർ സീക്വൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഗൺ ഫൈറ്റ്സിൻ്റെ കാര്യം തന്നെ പറയാനുള്ളത്. ഇതിനകത്ത് ഗണ്ണ്, വെടി, പുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അധികം ഉള്ളത്. അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരാളെ തലക്ക് വെടി വെക്കുമ്പോൾ ആ ഒരു ചോര തെറിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. ആ ചോര തെറിക്കുന്ന സീൻസൊക്കെ അത്രയ്ക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു ഗൺ ഫൈറ്റ്സും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ട വീഴുന്നതും എല്ലാം ഗംഭീരമായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ബോംബ് സീക്വൻസ് ആണ്. അതായത് ഇതിനകത്ത് ബോംബ് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, ജീപ്പെല്ലാം പൊട്ടിത്തെറിക്കും. എസ്പെഷ്യലി ട്രെയിലറിൽ കണ്ട സാധനമുണ്ട്, കുറച്ച് ആൾക്കാരെ തൂക്കിയിട്ടിട്ട് വെടിക്കുന്ന വെച്ചാൽ വെടിക്കുന്ന സാധനം. അതെല്ലാം ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു.
ആ ഒരു ഫ്രെയിംസൊക്കെ നല്ല ഇങ്ങനെ മികച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ബോംബ് ജീപ്പെല്ലാം പൊട്ടുന്ന അങ്ങനത്തെ സംഗതിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഗംഭീരം തന്നെയാണ്. എനിക്ക് വെടിനെക്കാട്ട് കുറച്ചും കൂടി ഇഷ്ടമായത് ആ സംഭവം തന്നെയാണ്, അത് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഈ ഫൈറ്റ് സീക്വൻസ് തന്നെ മതി ഈ സിനിമേൻ്റെ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. സോ മീഡിയം ബേസിൽ പോകുന്ന ധനുഷിൻ്റെ ഒരു നല്ല അടിപൊളി പടമായിട്ട് തന്നെയാണ് എനിക്ക് സിനിമ തോന്നിയത്. അത് പക്കാ വേറെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഈ സിനിമ ഒരു മീഡിയം ബേസിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ബോറടിക്കില്ല. എല്ലാവരും ഫോളോ തരാൻ കഥയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ആ നെഗറ്റീവ് ഷെയ്ഡ്സുള്ള ക്യാരക്ടറായിട്ട് അവരെല്ലാം ഗംഭീരമായിട്ട് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്രിട്ടീഷുകാരായാലും ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ നല്ല ഇങ്ങനെ മികച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവർ ഫൈറ്റ് സീക്വൻസിൻ്റെ ഷോട്ടും കാര്യങ്ങളായിട്ട് എല്ലാം കൊണ്ട് മികച്ച തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം പറയാൻ കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും ഗംഭീരം തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി തന്നെ. ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് അത്ര പിടിച്ചില്ല, അങ്ങനെയല്ല മോശം എന്നല്ല, ബട്ട് ഈ ഒരു സിനിമയെ നോക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് അത്ര മികച്ചായിട്ട് തോന്നി. ചില 1-2 ബട്ട് അധിക സംഭവങ്ങളും അടിപൊളി തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ സോ എല്ലാം കൊണ്ടും നല്ല മികച്ചൊരു കിട്ടിയ സിനിമ തന്നെയായിട്ടാണ് തോന്നിയത്. സോ തിയേറ്റർ കാണുന്നതിനെ കൊണ്ട് നല്ല വിഷമമുണ്ട്. സോ OTT കണ്ടപ്പോൾ തൃപ്തിയായി. സോ കണ്ടിട്ട് എന്തായാലും കണ്ടൊക്കെ ഒരു അടിപൊളി പടം തന്നെയാണ് ധനുഷിൻ്റെ. സോ ആ ഒരു ക്യാരക്ടർ നല്ല ഇങ്ങനെ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 2ാം ഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അത് ലാസ്റ്റ് പോയിന്റിൽ ഒരു ഡയലോഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഉണ്ടാവാം, അങ്ങനെയാണ് ഉള്ളത്. സോ കണ്ടിട്ട് എന്തായാലും സിനിമ കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.